അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിലുള്ള സഫാരി എപ്പിസോഡ് കണ്ട് ഒരു ക്യൂരിയോസിറ്റി കാരണമാണ് ആ യാത്രകൾ ചെയ്തു തുടങ്ങി. പിന്നീട് അതിൽ നിന്നുള്ള ആനന്ദം കിട്ടി. പിന്നീട് ഹിച്ച് ഹൈക്കിങ്, സീറോ ബഡ്ജറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഹിച്ച് ഹൈക്ക് പോയി കോവിഡിന് മുമ്പ്. അപ്പോൾ എനിക്ക് ഈ ഹിച്ച് ഹൈക്കിങ് പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഹിച്ച് ഹൈക്ക് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് പല ആളുകളുടെ അടുത്തും നല്ലതുപോലെ സംസാരിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവ് അതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തെ വലിയൊരു രീതിയിൽ എന്താ പറയുക അത് ബാധിക്കും, മനസ്സിലായോ? അപ്പം ആ ഇത് കാരണം പിന്നീട് എൻ്റെ യാത്രകൾ അങ്ങനെ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു നൊമാഡിക് വേയിലെത്തി. പിന്നീട് യാത്രകൾ ഞാൻ പണ്ട് മുതലേ ഹോളിവുഡ് മൂവീസ് കാണുമായിരുന്നു, ഈ വാർ ടൈപ്പ് മൂവീസ്. അതിൽ മൊസൂൾ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എൻ്റെ മൈൻഡ് സെറ്റിൽ പണ്ടോട്ടേ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, ആളുകൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ അഫ്ഗാനിസ്ഥാനിലോട്ട് പോകാൻ. അഫ്ഗാനിസ്ഥാൻ ആക്ച്വലി ഞാനിപ്പം 2 വർഷം മുമ്പാണ് പോയത്. പക്ഷെ അതിന് മുമ്പേ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് അതൊന്നും നടന്നില്ല. അങ്ങനെ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയി. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനൊക്കെ പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങളെന്ന്